ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വെള്ളപ്പോള അല്ലെങ്കിൽ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പച്ചരി വെച്ചിട്ടുള്ള വേർഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിൽ നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളപ്പവും അതുപോലെ തന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി എടുക്കണം, അല്ലെങ്കിൽ വറുത്ത പച്ചരിപ്പൊടി എടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല മധുരം വേണം, സ്നാക്കായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 6-7 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ സ്വീറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഞാനിതിപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഏകദേശം 1.5 കപ്പിൻ്റെ അടുത്ത് വെള്ളം ആവശ്യം വന്നിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കണം. അപ്പോൾ അരിപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പുട്ടുപൊടിയൊന്നും എടുക്കരുത്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെയൊക്കെ പൊടി തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കട്ടിയിലായി കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് വരില്ല. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് അടച്ച് വെക്കുക. അതിനുശേഷം ചുട്ടെടുക്കുമ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അതിനുശേഷം ഞാനിത് ഒരു 4 മണിക്കൂറിന് ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നൊക്കെ എടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് പകുതിയോളം ഈ മാവ് ചേർത്ത് കൊടുക്കാം. ഞാനിത് 2 എണ്ണമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പകുതി മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിലാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി വെള്ളം ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഡ്ഡലി ചെമ്പിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പ്ലേറ്റ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ പ്ലേറ്റ് ആദ്യമേ വെച്ചിട്ട് അതിനകത്തോട്ട് മാവ് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 മിനിറ്റ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ വെള്ളപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് മലബാർ ഏരിയയിൽ വെള്ളപ്പോള എന്നാണ് ഇതിന് പറയുക. പക്ഷേ നമ്മുടെ ഒരു തിരുവനന്തപുരം ആ സൈഡിലൊക്കെ ഇതിന് വട്ടയപ്പം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വട്ടയപ്പോ വെള്ളപ്പോള എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്ന സമയത്ത് എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചിക്കൻ കറിയുടെ കൂടെ അടിപൊളിയാണ് കഴിക്കാൻ. അപ്പോൾ ഇതിവിടെ ചൂടാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചരി വെച്ചിട്ടുള്ള വേർഷനും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.